അല്ല ഏട്ടൻ എന്താ ഈ നേരത്ത്? ഇന്ന് ഓഫീസിൽ പോയില്ലേ? എന്താ എനിക്ക് എന്റെ മോളെ കാണാൻ നേരം കാലമൊക്കെ നോക്കണം. ഓ, അതുകൊണ്ട് ചോദിച്ചതല്ല. സാധാരണ ഈ സമയത്ത് വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്ന് ഓഫീസിൽ പോയില്ല? പോയില്ല. തുളസി മോളെ കാണാൻ തോന്നിയപ്പോ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല, ഷടയിൽ നിന്ന് പോന്നു. അവളില്ലേ? അവളിവിടെ ഇല്ല. ഇല്ലേ? പുറത്തു പോയിരിക്കുക. അല്ല, ഇതെന്താ കയ്യില്? ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്വീറ്റ്സാ. പാവ ആദിമോൻ. അവന് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കി കൊടുക്കാനോ വാങ്ങിച്ചു കൊടുക്കാനോ എനിക്കോ ചേട്ടനോ ഇതുവരെ പറ്റിയിട്ടില്ല. നിനക്കതിൽ വിഷമമുണ്ടെന്നുള്ളത് എനിക്കറിയാം. വിഷമം അതില്ലാതിരിക്കില്ലല്ലോ. വിഷമം ഉണ്ടാവാതിരിക്കണമെങ്കിൽ മനസ്സ് കല്ലോ ഇരുമ്പോ മറ്റോ ആയിരിക്കണം. എല്ലാം ശരിയാവും. ആദ്യം നിനക്ക് നിന്റെ മകനായിട്ട് തന്നെ കിട്ടും. ഞാനല്ലേ പറയുന്നത്. എന്ന് എത്ര കാലം ഞാൻ അതിനെ കാത്തിരിക്കണം? അധികകാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ദുർഗേച്ചിയുടെ മനസ്സ് മാറുന്നത് വരെ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവോ? കാലത്തിന് മാറ്റാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കാലം എല്ലാ മുറിവുകളും ഉണക്കും, പലതും മറക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ പോയാ നീ കരയേണ്ടി വരും. എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി താ സുലു ആന്റി, ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ദുർഗാന്റിയുടെ എല്ലാ കള്ളത്തരങ്ങളും പ്രസാദ് സാർ അറിഞ്ഞു കഴിഞ്ഞു. അത് തുളസി കാരണല്ലേ? അവളല്ലേ കുടുംബശ്രീ രാജവർമ്മയെ കൊണ്ട് സത്യം പറയിപ്പിച്ചേ? ഇടി, കുടുംബശ്രീ അല്ല, ബ്രഹ്മശ്രീ. ഇനി എന്ത് ശ്രീയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ കള്ളത്തരങ്ങളും എല്ലാവരും അറിഞ്ഞില്ലേ? ആ സ്ഥിതിക്ക് ആദ്യ തുളസിയെ വിവാഹം കഴിച്ച പ്രിയയ്ക്ക് മരണം സംഭവിക്കുന്ന അണുബോംബ് ചീറ്റിപ്പോയി. യെസ്, പക്ഷെ അതിനെല്ലാം ദുർഗാന്റി വേറൊരു വഴി കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ്? പറയുന്നതൊന്നും നടക്കുന്നില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഈ സുലു ആന്റി പറഞ്ഞുതരാം. എന്താ സുലു ആന്റി? ഇത്രയും കാലം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന പ്രസാദ് സാറും പ്രിയയും വീണ്ടും അടുക്കാൻ തുടങ്ങിയിരിക്കുക. അവരുടെ സ്നേഹം പഴയതിലും ഇരട്ടിയായിട്ടുണ്ടാവും ഇപ്പൊ. ഇരട്ടിയായിട്ടുണ്ട്. ആ സ്ഥിതിക്ക് തുളസിയും ആദ്യമായുള്ള വിവാഹം ഉടനെ നടന്നെന്ന് വരാം. അയ്യോ, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതവും കാല് പിടിക്കലോ അനുഗ്രഹം വാങ്ങിക്കലൊന്നും അവർക്ക് ആവശ്യമില്ല. സുലു ആന്റി കളിയാക്കല്ലേ? എടി, ഞാൻ നിന്നെ കളിയാക്കുന്നതല്ല. ആദ്യ തുളസിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ പ്രിയയ്ക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവർക്കിനി ഒന്നും നോക്കാനില്ല. തുളസി മോളെ കുറിച്ച് എനിക്ക് സങ്കടമില്ലായിരുന്നു, പക്ഷെ ഈയിടെയായിട്ടെന്തോ എനിക്ക് അവളെ കുറിച്ചു. അതിന് അവളും നമ്മുടെ മോളല്ലേ? ആദ്യമോനെ നഷ്ടപ്പെട്ടതുപോലെ അവളെ എനിക്ക് നഷ്ടപ്പെടുവോന്ന് ഒക്കെ താൻ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാ. അല്ല അല്ല ജയേട്ടാ, എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാ. അങ്ങനൊന്നുമില്ല. മോളെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. അവള് സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവൾക്കറിയാം. നമ്മളെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ല. പ്രസാദേട്ടൻ അവളെ മകളായി അംഗീകരിച്ചു കഴിഞ്ഞ നമുക്ക് പിന്നെ അവളെ ഇതുപോലെ അടുത്ത് കിട്ടുമോ? അവളെ അവിടേക്ക് കൊണ്ടുപോയില്ലേ? അയ്യോ, നമ്മുടെ മകളില്ലാതെ നമ്മളെങ്ങനെ ചേട്ടാ? ഇതാ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവുന്നത്. ദേ, എല്ലാം ഇങ്ങനെ ആക്കി തീർത്ത ദൈവത്തിന് തിരിച്ച് ചെയ്യാതിരിക്കാനോ ആവില്ലല്ലോ. അതേ ദൈവം തന്നെ എല്ലാം നേരെ ആക്കി തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ? ദേ, നേരം വളരെ വൈകി. വാ, കിടക്കാം. കിടക്ക. അന്ന് അതിന് കഴിഞ്ഞ പ്രിയക്ക് ഇപ്പൊ എന്ത് പറ്റി? പണ്ടത്തെ പ്രിയ അല്ല ഡോക്ടർ. എന്തോ
ഞാനൊരു സാധാരണ സ്ത്രീയും അമ്മയൊക്കെയായി മാറിക്കൊണ്ടിരിക്കുക. ദൈവം പ്രിയയ്ക്കൊരു സൗഭാഗ്യം തന്നിട്ടുണ്ട്. പ്രിയയുടെ അടുത്ത് തന്നെ സ്വന്തം മകനുണ്ട്. ഈയിടെയായി എന്റെ മകനെ എനിക്കിനി തിരികെ കിട്ടില്ല എന്നൊരു തോന്നല്ല ഞാൻ. അവൻ എന്നിൽ നിന്നും എവിടേക്കോ അകന്നു പോകുന്നത് പോലെ. ഒരിക്കലും തിരിച്ചു വരാനാവാത്തത്ര വലിയൊരു ദൂരത്തിലേക്ക് ആരും അവനെ കൊണ്ടുപോകുന്നത് പോലെ. ഏയ്, പ്രിയയുടെ മകൻ പ്രിയയുടെ അടുത്ത് തന്നെ എന്നും ഉണ്ടാവും. ഒക്കെ പ്രിയയുടെ ഓരോരോ തോന്നലുകളാ. ചിന്തിച്ചിരിക്കാൻ സമയം കിട്ടുമ്പോ ഇതുപോലുള്ള തോന്നലുകൾ ഉണ്ടാവും. അതിനൊരിക്കലും അവസരം കൊടുക്കരുത്. എന്തിലെങ്കിലും എൻഗേജ്ഡ് ആവണം. എന്റെ മോനെ തിരിച്ചു കിട്ടിയ തീരാവുന്ന പ്രശ്നം എനിക്കുള്ളൂ. ഈ വിഷയത്തിന്റെ ഗൗരവം പ്രിയയ്ക്ക് അറിയാലോ. ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമല്ലിത്. നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കും. എന്നെയോ പ്രിയയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ലിത്. ഇതിന്റെ പ്രത്യാഘാതം ആരിൽ നിന്ന് എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ഡോക്ടർ? ഇങ്ങനെ പോയ ഞാനൊരു രോഗിയാവും. ഇപ്പൊ തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. പ്രിയ കടന്നു വന്ന വഴികൾ നോക്കിയ ഇതൊന്നും അതിന്റെ മുന്നിൽ ഒന്നുമല്ല. ഡോക്ടർ, എനിക്കിപ്പോഴെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. മോനോടൊപ്പം എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടുമെന്ന്. ഒരിക്കലുമില്ല. ഒരാളുടെ ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്ക്. ഡോക്ടർ, ഡോക്ടർ, അയ്യോ ഡോക്ടർ, എന്ത് പറ്റി? മെഡിസിൻ. ഇതാണോ? പേടിച്ചു പോയോ? മോനെ, ആദിമോനെ, ആഹാ, എന്താ മോനെ? ആന്റി എന്ത് ചെയ്യോ? ഞാനിവിടെ അടുക്കള പണിയില്ല. എന്താ മോനെ? ആ, നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്കെന്ന് പറഞ്ഞ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും. എന്താ മോനെ കാര്യം? ഞാനേ അങ്കിളിനോടൊന്ന് ചോദിക്കട്ടെ. അതെ ആന്റി, പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ആന്റി ഒന്ന് കൊണ്ടുപോയി അദ്ദേഹത്തെ കാണിക്കാനാ. അത് ഞാൻ അങ്കിളിനോട് ഞാൻ പറയാം. ആ, ആന്റി ഒരു കാര്യം ചെയ്യ്, വേഗം റെഡിയാവും. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. മോൻ ഇങ്ങോട്ട് വരുവോ? ഞാൻ ദേ എത്താറായി.
എന്നാലേ ഞാൻ വേഗം പോയി റെഡിയാവാം. ആ ഓക്കെ ആന്റി, ശരി. ആദിയോട് സംസാരിക്കാൻ പറ്റാത്തതാണ് പ്രിയയുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അവനൊന്നും ഒന്ന് സംസാരിച്ചാൽ പ്രിയയുടെ മനസ്സ് ശാന്തവും. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ അവനോട് സംസാരിക്കാം. ആദ്യമോനെ കാണാനേ കിട്ടുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാ അവൻ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ദൈവം അത്രയൊന്നും സങ്കടം എനിക്ക് തരില്ലെന്ന് മനസ്സിലായി. ആദിയോട് നീ എന്തു പറഞ്ഞു? ജേട്ടനോട് സമ്മതം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. നീ നിന്റെ മകന്റെ കൂടെ ഡോക്ടറെ കാണാൻ പോകുന്നതിന് എന്നോട് എന്തിനാ സമ്മതം ചോദിക്കുന്നത്? അത് പിന്നെ ജേട്ട, ഞാൻ അങ്ങനെയല്ലേ ശീലിച്ചേ. ദേ, നീ വൈകണ്ട, വേഗം റെഡിയാവാൻ നോക്ക്. ആശുപത്രിയിലേക്കാണെങ്കിലും ആൺമക്കളുടെ കൂടെ പുറത്തു പോകുന്നത് അമ്മമാർക്കൊരു അഭിമാനം തന്നെയാ, അല്ല ജേട്ട? തുളസിമോളായിരുന്നു ഇത്രയും കാലം നിന്റെ കൂടെ വരാറുണ്ടായിരുന്നത്. ശ്ശോ, അത് മറന്നിട്ടല്ല ജേട്ട ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ജേട്ടനും കൂടി വാ. ഈ യാത്രയില് നിങ്ങളുടെ കൂടെ മറ്റാരും വേണ്ട. നീയും ആദ്യം മാത്രം മതി. പ്രസാദേട്ടൻ പറഞ്ഞതാണത്രേ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന്. എന്തായാലും നിനക്ക് നിന്റെ മകന്റെ കൂടെ കുറേ നേരം സംസാരിക്കാൻ അവസരം കിട്ടിയല്ലോ. പറഞ്ഞു പറഞ്ഞ് കാട് കയറി ഞാൻ അവനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്ന് എന്റെ പേടി. നീ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ സത്യങ്ങളും പരസ്പരം തുറന്നു പറയാവുന്ന ഒരു സാഹചര്യം വരുന്നതുവരെ സൂക്ഷിച്ചു വേണം എല്ലാ നീക്കങ്ങളും സംസാരങ്ങളും. ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. സമയാവുമ്പോ പ്രസ തന്നെ എല്ലാ സത്യവും പറയാൻ പറയും. അയ്യോ, ആദ്യമോൻ എത്തിയല്ലോ. ഞാനാണെങ്കിൽ റെഡി ആയിട്ടില്ല ജയേട്ടാ. നീ വേഗം റെഡിയാവാൻ നോക്ക്. അവനോട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയണേ, അപ്പോഴേക്കും ഞാൻ റെഡിയാവാം. ചെല്ല്. അങ്ങളെ, ആന്റി റെഡിയായോ? ഇപ്പൊ റെഡിയാവും. ഏത് ഡോക്ടറെ അടുത്തേക്കാ നിങ്ങൾ പോകുന്നത്? ഡോക്ടർ സീതാറാം, നാഷണൽ ഹോസ്പിറ്റലിലെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആണോ? അതെങ്ങളെ, അങ്ങനെ അച്ഛൻ പറഞ്ഞത്. ദുർഗേച്ചിക്ക് അറിയാമോ നീ ആന്റിയെ കൊണ്ട് പോകുന്നത്? ഇല്ല, ഒരു കാരണവശാലും അമ്മ അറിയരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി. തുളസിയില്ലേ? അവള് പുറത്തു പോയിരിക്ക. അവള് മരുന്നുണ്ടോ നിങ്ങളുടെ കൂടെ? ഇല്ല, ഞാനും ആന്റിയും തനിച്ചു പോയാൽ മതിയെന്നാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. ഇത്ര പെട്ടെന്ന് റെഡിയായോ? അല്ല, മോനെ എത്രയെന്ന് വെച്ചാ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നേ? അതൊന്നും കുഴപ്പമില്ല, ആന്റി സാവകാശം റെഡിയായി മതിയായിരുന്നു. റെഡിയായി കഴിഞ്ഞു, ഇത്രയൊക്കെ പോരെ? എന്താ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ? ആന്റി റെഡിയായാലും ഇല്ലെങ്കിലും സുന്ദരിയല്ലേ, പിന്നെ ഞാൻ എന്തിനു നാണം കടണം? ആന്റിയുടെ കൂടെ വരുന്നതേ എനിക്കൊരു വെയിറ്റാ. എന്നാ വേഗം പോവാ. ഇവളുടെ ധൃതിയും ഉത്സാഹവും കണ്ടു കഴിഞ്ഞാല് ടൂറിന് പോകുന്നേ തോന്നും. അതെ, ഞാനും എന്റെ മോനും കൂടെ ടൂറിന് തന്നെ പോകുന്നത്. അല്ല, ജേട്ടന് നഷ്ടമൊന്നുമില്ലല്ലോ? എനിക്ക് സന്തോഷേ ഉള്ളൂ. പിന്നെ ഡോക്ടറുടെ പേപ്പേഴ്സ് എല്ലാം എടുത്തിട്ടില്ലേ? എല്ലാം എടുത്തിട്ടുണ്ട് ജേട്ടാ. എന്നാ പിന്നെ പോവാം. അതേട്ടാ, വന്നിവിടെ ഇരിക്കും. എനിക്കിപ്പോ ടി വി ആണല്ലോ മൂടൊന്നുമില്ല. ടി വി കാണണ്ട, എന്റെ അടുത്ത് കുറച്ചു നേരം വന്നിരിക്കും. വാ അതേട്ടാ, വാ ഇരിക്ക. ഇവിടെ അങ്ങോട്ട്, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. എന്ത് ജോലി? എന്ത് ജോലി ആയാലും അത് കുറച്ചു കഴിഞ്ഞ് ചെയ്താൽ മതി. എന്റെ അടുത്ത് ഇരിക്ക അതേട്ടാ, വാ പ്ലീസ്. നമസ്കാരം. ഇന്ന് മദേഴ്സ് ഡേ ആണ്, അമ്മമാരുടെ ദിവസം. അമ്മമാർ ദൈവത്തിന്റെ അമൂല്യ വരദാനമാണ്. സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മമാർ എത്രമാത്രം ത്യാഗമാണ് ജീവിതത്തിലുടനീളം അനുഭവിക്കുന്നത്. ആ ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ ഒരു ദിവസം, അതാണ് മദേഴ്സ് ഡേ. ഇത് ആ പ്രോഗ്രാമല്ലേ? നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ദേ, ഇവിടെ ഒരു അമ്മയും മകനെയും നമുക്ക് പരിചയപ്പെടാം. ഇത്
പണിയാവുമല്ലോ. എന്നെയും പ്രിയന്റെയാണോ കാണിക്കാൻ പോകുന്നത്? അതിവിടെ കണ്ട ആകെ കുഴയുമല്ലോ. അമ്മയെക്കുറിച്ച് പറയുമ്പോ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നതേ ഒരു പഴമൊഴിയാണ്. ഈ ദൈവത്തിന് നേരിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ അമ്മമാരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ആ പഴമൊഴി. ശരിക്കും ആ പഴമൊഴി വളരെ അർത്ഥവത്താണ്. കൺകണ്ട ദൈവം തന്നെയാണ് അമ്മ. ആദ്യം എന്താ അവിടെ കാണിക്കുന്നത്? മാറ്. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. അമ്മയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരാം. ജീവിലുള്ളത് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ? കാണണ്ട. എനിക്കും എന്റെ അമ്മ ദൈവമാണ്. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച എനിക്ക് ജന്മം നൽകിയ എന്റെ ദൈവം. എന്റെ മോൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടോ. ലോകത്ത് ഏറ്റവും ക്ഷമയുള്ളതും അതും അമ്മമാർക്ക് തന്നെയായിരിക്കും. പറഞ്ഞിരാന്ന് പറഞ്ഞില്ലേ? ഞാനൊന്ന് ടി വി കണ്ടോട്ടെ. വേണ്ട, നീ ഇപ്പൊ എന്താ ഇവിടെ? അമ്മയാണ് എന്റെ അമ്മ. ടി വി കാണാൻ സമ്മതിക്കുന്നില്ല. തൽക്കാലം ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതൊക്കെ ആദ്യമോ പറഞ്ഞത്. ഒരമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും അതിന്റെ വിലയെക്കുറിച്ചും ഒക്കെ അവൻ പറയുമ്പോ എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായി പ്രിയേ. ജീവിതത്തില് മോഹിച്ചതും കൊതിച്ചതും ഒന്നും നടന്നില്ല. ഇന്ന് നീ അനുഭവിച്ച സന്തോഷം അതിന്റെ വില എത്രത്തോളമാണെന്ന് എനിക്കറിയാം. ദുർഗേച്ചിയുടെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ അതെല്ലാം നഷ്ടപ്പെടുത്തി. തെറ്റാണ് നമ്മൾ ചെയ്തത്. ആ തെറ്റിന് മറ്റൊരു ശരി നമുക്ക് ലഭിച്ചില്ലേ ജയേട്ട? നമ്മുടെ തുളസി മോള്. സോറി, ഞാനത് മറന്നു. തുളസി മോൾ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പക്ഷേ രക്തബന്ധം അങ്ങനൊന്നില്ലേ പ്രിയ? ഇപ്പോ പ്രസ തുളസിമോളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും അർത്ഥം അതല്ലേ? നമ്മുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല ജയേട്ട. അവര് രണ്ടുപേരും നമുക്ക് ഒരുപോലെ ആവണം. ഒന്നും നഷ്ടപ്പെടരുത്. പെറ്റമ്മയും പോറ്റമ്മയും ആവണം എനിക്ക്. നമ്മുടെ ആദിമോനും തുളസിമോളും എനിക്കിപ്പോ എന്നും ഉണ്ടാവണം, മകനും മകളുമായിട്ട്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവര് രണ്ടുപേരുടെ അച്ഛനും അമ്മയായിട്ട് നമുക്ക് ജീവിക്കണ്ടേ ജയേട്ട്? ഈ സ്വപ്നം നമ്മൾ കണ്ടു തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇത്രയും നാളത്തെ അനുഭവം ഓർമ്മിപ്പിച്ചതാ. നല്ലതാഗ്രഹിച്ച് നമ്മൾ ചെയ്ത കാര്യത്തിന് ഇനിയെങ്കിലും ഒരു ഫലം ഉണ്ടാവാതിരിക്കില്ല. ഇന്നെനിക്ക് ആദ്യമോന്റെ ഒപ്പം പോവാൻ കഴിഞ്ഞതും അവനിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതും എല്ലാം നേരെയാവാൻ പോകുന്നതിന്റെ ലക്ഷണവും. എനിക്കും അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് പ്രിയ ഇഷ്ടം. സുലു, എല്ലാം നല്ല ടേസ്റ്റിനുണ്ടാക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാ പിന്നെ ആദി മറ്റൊരിടത്തൊന്നും ഫുഡ് കഴിക്കാൻ പാടില്ല. ദുർഗേച്ചിയുടെ കൈപുണ്യം ശരിക്കും തെളിയിക്കേണ്ടത് ഈ ഫുഡ് ഫെസ്റ്റില്. റെസിഡൻസ് അസോസിയേഷന്റെ ഫുഡ് ഫെസ്റ്റിവലിൽ ആളാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇത്രയും വിഭവങ്ങൾ ഒരുക്കുന്നത്. പിന്നെ എന്തിനാ
കിട്ടല ആന്റി. ഓ, ഉള്ളി അരിഞ്ഞരിഞ്ഞ് എന്റെ കണ്ണ് നീറാൻ തുടങ്ങി. എന്റെ മോന് വേണ്ടിയാ ഞാൻ ഈ വിഭവങ്ങളൊക്കെ ഒരുക്കുന്നത്. ആദ്യേട്ടന് വേണ്ടിയോ? ആദ്യേട്ടൻ ദിവസവും ആന്റി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാറുള്ളതല്ലേ? എടി ഇത് അങ്ങനെയാണോ? ഫുഡ് ഫെസ്റ്റിൽ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാവരും ഭക്ഷണം കൊണ്ടുവരും. ടേസ്റ്റ് നോക്കി ആർക്കും ഏത് ഫുഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട ഫുഡ് സെലക്ട് ചെയ്യുമ്പോ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെ സെലക്ട് ചെയ്യണം. എന്നും ഈ വീട്ടിൽ നിന്നല്ലേ ആദ്യേട്ടൻ ഭക്ഷണം കഴിക്കുന്നത്? ഒരു ചേഞ്ചിന് വേണ്ടി മാറി കഴിച്ചാലോ? ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി നീ ഞങ്ങൾക്ക് തരുന്ന സ്നേഹം, നിന്റെ കെയറിങ്, ഇത്രയും കാലം നിന്നെ വളർത്താനും നിന്റെ സ്നേഹം ആസ്വദിക്കാൻ കഴിഞ്ഞതും അത് പുണ്യം തന്നെയാ. ആ സ്നേഹം അത് നഷ്ടപ്പെട്ട അച്ഛാ, എന്റെ സ്നേഹം നഷ്ടാവൂന്ന് ആരാ പറഞ്ഞേ? എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ ഒരിക്കലും എന്റെ അച്ഛനമ്മയെ വിട്ട് ഒരിടത്തും പോവില്ല. സത്യം, സകല ഈശ്വരന്മാരെ സാക്ഷി നിർത്തി. വേണ്ട, എന്റെ ഈ അച്ഛനെ അമ്മയേക്കാൾ വലിയ ഈശ്വരൻ വേറെ ഇല്ലല്ലോ. അച്ഛനാണ് സത്യം. ഞാൻ അച്ഛനോടും അമ്മയോടും ഒപ്പം എന്നും ഉണ്ടാവും. ഇത് തുളസിയുടെ വാക്കാ. എനിക്കും നിങ്ങൾ രണ്ടുപേരെയും സ്നേഹിച്ച് മതിയായില്ല അച്ഛാ. പിന്നെ തുളസി എങ്ങനെ ഇവിടുന്ന് പോവും? ഞാൻ പോവൂല. എന്നെ കല്യാണം കഴിക്കുന്നത് ആദ്യമല്ലേ, പിന്നെ എന്തിനു ടെൻഷൻ? അവൻ എന്റെ ഇഷ്ടത്തിനൊന്നും എതിര് നിൽക്കില്ല. ഞാൻ പറയുന്നത് അവൻ കേൾക്കും. ആദ്യം നമ്മളോടൊപ്പം ഇവിടെ തന്നെ താമസിക്കും. അത് ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. തുളസി ഇവിടെ ഒരിടത്തും പോവില്ല. തുളസിയെ പറയുന്ന എന്നെ വിശ്വസിക്കച്ചാ. അച്ഛന്റെ തുളസി അച്ഛനെ വിട്ടു പോവോ? ആദ്യം മത്സരിക്കും. ഞാനോ? ആ, നീ അല്ലാതെ പിന്നെ ആരാ മത്സരിക്കുക? നീ മത്സരിച്ചാ മതി. ദേ, എന്നെ നാണം കെടുത്തരുത്. ആദി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. ചെല്ലാദ്യേട്ടാ. ചെല്ലാതി, ചെല്ല. അപ്പൊ തുടങ്ങാം. ഇതിൽ നിന്ന് ആദ്യയുടെ അമ്മ തയ്യാറാക്കി കൊണ്ടുവന്ന ഫുഡ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, തുടങ്ങിക്കോ.
ആദി, ഇത് ആദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണോ? അതിക്ക് തന്നെ, ഞാൻ നോക്കട്ടെ. ഇതിന്റെ പുറകിൽ പേരെഴുതിയിട്ടുണ്ട്, പ്രിയ ജയശീലൻ. ആന്റി പറഞ്ഞത് ശരിയാ. ഈ ഫുഡ് ഫെസ്റ്റിവല് നമ്മൾ വിൻ ചെയ്യേണ്ടതായിരുന്നു. എന്നാലും ആദ്യമായിട്ടിന് ആന്റി ഉണ്ടാക്കിയ ഫുഡ് തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് വെച്ചാ, ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിന്റെ മണം അറിഞ്ഞാൽ തന്നെ തിരിച്ചറിയാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യം ഇത് അറിയാതെ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് ദുർഗേച്ചി. ഞാനും അത് വിശ്വസിക്കുന്നില്ല. ആദ്യമായിട്ടാണ് ആന്റി ഉണ്ടാക്കിയ ഫുഡ് എടുക്കുന്ന തന്നെയാ ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഇത് വല്ലാത്തൊരു തോൽവിയായി പോയി. സ്വന്തം മകൻ തന്നെ അമ്മയെ തോൽപ്പിക്കാന്ന് വെച്ചാ, ചേച്ചി എന്നെങ്ങനെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. സംഭവിച്ചത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇതങ്ങനെ അൺഎക്സ്പെക്ടഡ്ലി സംഭവിച്ചൊന്നുമല്ല. എല്ലാം ആ തുളസിയുടെ പ്ലേയാ. അവളുടെ അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടി അവള് പേർപ്പസ്ഫുള്ളി ആദ്യേട്ടനെ കൊണ്ട് ചെയ്യിച്ച തന്നെയാ. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ആന്റിക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഇത് അവളുടെ കളി തന്നെയാ. ദുർഗേച്ചി ജയിച്ചു കാണാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. അതെങ്ങനെ ആഗ്രഹിക്കും? ദുർഗാന്റി അവളുടെ എനിമിയല്ലേ. നമ്മുടെ എനിമിയെ നമ്മൾ വിജയിപ്പിക്കോ? ഇനി തുളസിയെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ദുർഗേച്ചി. ദുർഗേച്ചിക്ക് ഇനി ഇതുപോലെ ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വരും. എന്റെ സങ്കടം അതൊന്നുമല്ല. ആദ്യക്ക് ദുർഗേച്ചിയെക്കാളും വലുത് ആ തുളസി ആയി പോയല്ലോന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. കറക്റ്റ്. എനിക്കും അത് തന്നെ സങ്കടം. പക്ഷെ ആദ്യേട്ടൻ പാവാ. അവള് ആദ്യേട്ടനെ നശിപ്പിക്കുന്ന. അവളും ആദ്യേട്ടനും തമ്മിലുള്ള റിലേഷൻ ഫസ്റ്റ് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ സുലു ആന്റി പറഞ്ഞതുപോലെ തുളസി ദുർഗാന്റിയുടെ തലയ്ക്ക് മുകളിൽ കയറും. നിർത്തുന്നുണ്ടോ രണ്ടാളും? മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ രണ്ടുപേര് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആദി, അവനിങ് വരട്ടെ. അവനും തുളസിയായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കാര്യം പറ ദുർഗ. നമ്മുടെ പുന്നാര മോനായിട്ട് എന്നെ തോൽപ്പിച്ചു. തോറ്റോ? പ്രസാദേട്ടന് ചിരിക്കാം. ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടത് ഞാനല്ലേ? തുളസിയോടൊപ്പം ചേർന്ന് ആദ്യം എന്നെ നാണം കെടുത്തുമായിരുന്നു. അല്ല, അവൻ തന്നെ എങ്ങനെ നാണം കെടുത്തിന്നായി പറയുന്നു? ഈ വീട്ടിൽ ഇത്രയും ദിവസം അവന് വെച്ച് വിളമ്പി കൊടുത്തത് ഞാനല്ലേ? കുഞ്ഞായിരിക്കുമ്പോ മുതല് അവനെ ഊട്ടി വളർത്തിയത് ഞാനല്ലേ? എന്നിട്ടും അവന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? മനസ്സിലായില്ല. ഫുഡ് ഫെസ്റ്റിലെ മത്സരം എന്തായിരുന്നു എന്ന് പ്രസാദേട്ടന് അറിയോ? എനിക്കറിയില്ലല്ലോ. പല വീട്ടിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഡിഷസ് അവിടെ ഷഫിൾ ചെയ്ത് വെക്കും. അതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നമ്മുടെ മോനോ നമ്മുടെ വീട്ടിലുള്ളവരോ തിരഞ്ഞെടുക്കണം. ഓ, അത് ശരി. എന്നിട്ട് അതാ പറഞ്ഞത്, മോനായിട്ട് തോൽപ്പിച്ചു. അതിന് അവനെന്ത് ചെയ്തു? ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അവന് കണ്ണിന് പിടിച്ചില്ല. അവൻ ചെന്ന് എടുത്തതേ പ്രിയ കൊണ്ടുവന്ന ഫുഡാ. ഇതാണോ കാര്യം? അതിനാണോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കണേ? ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ? എനിക്കിത് നിസ്സാര പ്രശ്നമല്ല. എന്റെ ഇമേജ് അവിടെ ഇല്ലാതായത്. ദുർഗ, അവൻ മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. അത് അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും. ഇത് അബദ്ധമൊന്നുമല്ല. അവനും തുളസിയും കൂടെ മനഃപൂർവ്വം എന്നെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തത് തന്നെയാ. അതെന്താ തനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഒരു കുറ്റം ആരോപിക്കുമ്പോ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടാവണം. അവര് രണ്ടുപേരും കൂടെയാണ് തന്നെ തോൽപ്പിച്ചതെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? തെളിവ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അവനിങ്ങ് വരട്ടെ. എടോ, താൻ വെറുതെ ഇല്ലാത്ത കാര്യത്തിന് അവനെ വഴക്ക് പറയാൻ നിൽക്കരുത്. പ്രസാദേട്ടൻ ഇതിനകത്ത് ഇടപെടണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. നിനക്കുള്ളത് ഞാൻ തരാം. ആദ്യം ഇവൾക്കുള്ളത് കൊടുക്കട്ടെ. ഇനി മേലാൽ നീ ഇവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും പാടില്ല. അത് നടക്കില്ല ദുർഗാമ്മ. ഞാൻ ഇനിയും ആദ്യം കാണും, സംസാരിക്കും.
ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുകയും ചെയ്യും. ആദ്യം ഞാനും കൊച്ചുകുട്ടികളൊന്നും അല്ല, പ്രായപൂർത്തിയായവരാ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. കേട്ടില്ലേ പ്രസാദേട്ടാ ഇവള് പറയുന്നത്? ഇവൾക്കപ്പൊ എത്രമാത്രം അഹങ്കാരം ഉണ്ടെന്ന് നോക്കിക്കേ. അതെ, അഹങ്കാരം എനിക്കല്ല, ദുർഗാമ്മയ്ക്കാ. തുളസി, ആദ്യം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ ഞാൻ നിന്റെ കൂടെ വന്നത്. അപ്പൊ ഇവര് വെറുതെ ഇഷ്യൂസ് ഉണ്ടാക്കുകയല്ലേ? മോളെ പ്ലീസ് ഒന്ന് നിർത്ത്. ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ ഇങ്ങനെ തന്റേടിയായിട്ട് വളർത്തിയ ഇവളുടെ അമ്മയെ വേണം പറയാൻ. ദേ, വെറുതെ എന്റെ അമ്മയെ കുറ്റപ്പെടുത്തരുത്. അമ്മ എന്ത് തെറ്റ് ചെയ്തു? നിന്നെ പ്രസവിച്ചത് തന്നെ അവള് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കുട്ടികളെ പ്രസവിച്ചാൽ മാത്രം പോരാ, അവരെ നല്ല രീതിയിൽ വളർത്താൻ. ഞാൻ പറഞ്ഞു എന്റെ അമ്മയെ കുറ്റപ്പെടുത്തരുതെന്ന്. നിന്റെ അമ്മയെ കുറ്റപ്പെടുത്തിയ നീ എന്ത് ചെയ്യൂടി? ഒന്ന് പറഞ്ഞു നോക്ക്. പറഞ്ഞോ? എന്താ പറയാനൊന്നുമില്ലേ? തുളസി പറയുന്നേക്ക് മതിയാക്ക്. മാമ ഈ ദുർഗാമ്മ പറയുന്ന കേൾക്കുന്നില്ലേ? നിന്നോട് നിർത്താനല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? അതിനനുസരണ ഇവളുടെ അമ്മ പഠിപ്പിച്ചാലല്ലേ? ദുർഗാമ്മ, നിങ്ങളുടെ സ്വഭാവം അല്ല എന്റെ അമ്മയുടേത്. ആദിയുടെ അമ്മയായി പോയി. ഇല്ലെങ്കിൽ വാക്കുകൊണ്ടായിരിക്കില്ല ഞാൻ മറുപടി പറയുന്നത്. പ്രസാദേട്ടാ, നന്നായി പ്രസാദേട്ടാ. അവൾക്ക് ആ അടിയുടെ കുറവുണ്ടായിരുന്നു. പ്രസാദേട്ടൻ തല്ലിയില്ലായിരുന്നെങ്കിൽ ഞാനത് അവൾക്ക് കൊടുത്തേനെ. ശരിക്കും തല്ലേണ്ടത് തന്നെയാ പ്രസാദേട്ടാ. എടോ, അവളുടെ പ്രായം അതാണ്. ആ പ്രായത്തിൽ അവളുടെ വയസ്സിന് മുതിർന്നതാണെന്നോ ഗുരുത്വം വേണോന്നൊക്കെ ചിന്തിക്കുന്നതേ വളരെ കുറവായിരിക്കും. എടോ, താനും ഞാനൊക്കെ ആ പ്രായം കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. അന്ന് നമ്മൾക്ക് എന്തായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പ്രസാദേട്ടൻ അവളെ ന്യായീകരിക്കണോ? എടോ, ന്യായീകരിക്കുന്നതല്ല, അവള് പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാനത് അവളുടെ മുമ്പിൽ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ തന്റെ ഭാഗത്തും തെറ്റുണ്ട്. ശരിക്കും തെറ്റ് തന്റെ ഭാഗത്ത് തന്നെ. കഥ അറിയാതെ താൻ എന്തിനാണോ ആട്ടം കണ്ടത്? തുളസിയാണ് ആദിയെ സ്വാധീനിച്ച് തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് താൻ വിശ്വസിക്കുന്നത്. അത് തന്റെ ഊഹം മാത്രമാണ്. അതിനെന്തെങ്കിലും തെളിവ് തന്റെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. എടോ, അപ്പൊ താൻ മിണ്ടാതിരിക്കണമായിരുന്നു. ഇന്ന് താൻ ഒരു കാരണമില്ലാതെ പിള്ളേരെടുത്ത് വഴക്കിട്ടത്. പ്രസാദേട്ടൻ, ഞാൻ പറയുന്നൊന്ന് കേൾ. എനിക്കൊന്നും കേക്കണ്ട. എന്റെ സ്വസ്ഥത ആകെ നശിച്ചിരിക്കുക. എനിക്ക് കുറച്ച് സമാധാനം വേണം. പ്ലീസ് ലീവ് മീ അലോൺ. പ്രസാദേട്ടാ, പ്ലീസ് ചെല്ലടോ. അത് ആക്ച്വലി ആദ്യമായിട്ടൊന്നും ഒരു അബദ്ധം പറ്റിയതാ. മത്സരത്തിന് വേണ്ടി എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ടുപോയി. ആ ഫുഡ് എല്ലാം അവിടെ ഷഫിൾ ചെയ്ത് വെച്ചു. അതിൽ നിന്നും നമ്മുടെ വീട്ടിലെ ഫുഡ് നമ്മുടെ വീട്ടിലെ മെമ്പർ റെക്കഗ്നൈസ് ചെയ്ത് എടുത്തു കഴിച്ചാ നമ്മള് ജയിച്ചു. ബട്ട് ആദ്യേട്ടൻ ദുർഗാന്റി കൊണ്ടുപോയ ഫുഡ് എടുക്കാതെ പ്രിയാന്റി കൊണ്ടുവന്ന ഫുഡ് എടുത്ത് കഴിച്ചു. ദുർഗാന്റി ഫെയിലായി. അതെന്താ അങ്ങനെ സംഭവിച്ചേ? മാമുസെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യേട്ടൻ ഒരു അബദ്ധം പറ്റിയതാന്ന്. പക്ഷെ ഞാനും സുലുവാന്റിയും കൂടെ വേറൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്തു. പ്രിയ ആന്റിയെ ജയിപ്പിക്കാൻ വേണ്ടി തുളസിയും ആദ്യേട്ടനും ചേർന്ന് പേർപ്പസ്ഫുള്ളി കളിച്ചതാണെന്ന് ഞങ്ങൾ ആന്റിയെ വിശ്വസിപ്പിച്ചു. അയ്യോ, ദുർഗാന്റി അത് വിശ്വസിച്ചു. ആന്റിക്ക് ആദ്യേട്ടനോടും തുളസിയോടും നല്ല ദേഷ്യമായി. അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാ കുറച്ചു മുൻപ് ആദ്യേട്ടൻ തുളസിയായി ഇവിടെ വന്ന് കയറിയത്. പിന്നെ പറയണോ, ആന്റി ആദ്യേട്ടനോട് ഷൗട്ട് ചെയ്യുന്നു, തുളസിയോട് ഷൗട്ട് ചെയ്യുന്നു. ആകെ വഴക്കും ബഹളവും. തുളസി നമ്മള് കാണുന്ന ആളൊന്നല്ല മാമൂസെ. അവളും ആന്റി അങ്ങോട്ട് വഴക്ക് പറഞ്ഞു. അല്ല, അവക്ക് അത്ര ധിക്കാരോ? ഇനി ഏതായാലും തുളസിയുടെ ആഗ്രഹം നടക്കില്ല. ആന്റിക്ക് അവളോട് ദേഷ്യാണ്, അങ്കിളിനും അവളോട് ദേഷ്യ. ആ അതെ, ഇപ്പൊ അവർക്ക് തുളസിയോട് തോന്നിയ ദേഷ്യവും വാശിയും ഒക്കെ നീ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അവളൊന്ന് ചിരിച്ച് കാണിച്ച ഇതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് മാറാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവരുടെ മനസ്സ് മാറരുത്. അവർക്കിപ്പൊ തുളസിയോട് തോന്നിയ ഈ അനിഷ്ടം ഉണ്ടല്ലോ,
അതിനെ വെറുപ്പാക്കി മാറ്റണം. പ്രസാദും ദുർഗയെ അവളെ വെറുക്കണം. അതിനു വേണ്ടിയാ ഇനി നീ ശ്രമിക്കേണ്ടത്. ആ, എങ്കിൽ മാത്രമേ നിനക്ക് ആദിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടാവൂ. അല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് വല്ലോ മനസ്സിലായോ? മനസ്സിലായി മാമൂസേ. ഇനി തുളസി ആദ്യേട്ടനോട് അടുക്കില്ല. അത് യാതൊരു നോക്കിക്കോളാം. ശരി. ഒന്ന് ഉപദേശിച്ച തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അവളെ തല്ലി. ഞാൻ അവളുടെ അച്ഛനാണെന്നുള്ള സത്യം തൽക്കാലത്തേക്കെങ്കിലും അവൾ അറിയാത്ത നന്നായി. ഇത്രയും ദുഷ്ടനായ ഒരു അച്ഛനെ ഒരുപക്ഷെ അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഏയ്, അതൊക്കെ പ്രസയ്ക്ക് വെറുതെ തോന്നുന്നതാ. തുളസി മോൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. അതേന്നേ, പ്രസാദേട്ടനോട് അവൾക്ക് ദേഷ്യമൊന്നുമില്ല. വേണമെങ്കിൽ പ്രസ നേരിട്ടൊന്ന് അവളോട് സംസാരിക്കാം. അവളിപ്പോ ഉറങ്ങിക്കാണില്ലേ? ഉറങ്ങിയാൽ എന്താ, വിളിച്ചുണർത്തണം. അല്ല, അത് പ്രസാദേട്ടൻ ചെന്ന് അവളെ വിളിച്ചുണർത്തി കാര്യങ്ങൾ സംസാരിക്കും. ചെല്ലേട്ടാ.